ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോർ ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പം എനിക്കിത് പറയാനുള്ള കാര്യം കുറേ പേർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ചിലവരുടെയൊക്കെ ഒരു സംശയമായിരുന്നു, എനിക്ക് കമൻസ് വരുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി നെഗറ്റീവ് റീഡിങ് മാത്രമേ വരുന്നുള്ളൂ. ഒരിക്കലും ഞാൻ നെഗറ്റീവ് റീഡിങ് ഇൻറ്റൻഷൻ ഇടുന്നില്ല, എനിക്ക് എന്താണോ കാണിച്ചു തരുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബട്ട് ചില സമയത്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാറില്ല, അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറില്ലേ. ഇന്നും അതുപോലെ തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. കുറേ പേർക്ക് ഇന്നലെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 2 ദിവസമായിട്ടുള്ളതാണെങ്കിൽ പോലും കുറേ പേര് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നു, നിങ്ങളുടെ കാര്യം തന്നെ ശ്രദ്ധിക്കുന്നു, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ ലൈക്ക് സെയിം വൈസ് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. ഇന്ന് ഞാൻ പറയുന്ന നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എങ്ങനെ കുറച്ചും കൂടെ സ്ട്രോങ് ആയി, ആ സ്ട്രോങ് ആകാനുള്ള റീസൺ എന്താണ്, ആരാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറി ചിന്തിച്ചു എന്ന് നിങ്ങൾക്കും അറിയാം. ഓക്കെ, സോ ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വിഷമിച്ചു. ഇന്ന് ഞാൻ പറയുന്ന കാര്യം തന്നെ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങളുടെ എനർജി ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ്, നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് പേര് സ്ട്രോങ് അവർ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ പിന്നെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ നിൽക്കുന്ന എനർജി എന്താണെന്ന്. കുറേ പേര് എന്തോ പറയുക, ഇൻറ്റ്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്നലെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, അത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ കുറേ കാര്യത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റി, പൂർണ്ണമായിട്ട് നിങ്ങളത് മാറ്റിയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ മാറി വരുന്ന ആൾക്കാർ, ടോട്ടലി നിങ്ങൾ മാറ്റിയെടുത്ത ആൾക്കാർക്കൊക്കെ അവരുടെ ഇൻറ്റ്യൂഷൻ ബ്ലോക്കേജസ് ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ആര് തന്നെ ആവട്ടെ, എന്ത് റിലേഷൻഷിപ്പ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, അല്ലെങ്കിൽ ഫിയാൻസി, അല്ലെങ്കിൽ എന്ത് റിലേഷൻ തന്നെയാണെങ്കിൽ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നാളെ തന്നെ നിങ്ങളെ കല്യാണം കഴിക്കും, നാളെ നിങ്ങളുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കും, അടുത്ത ആഴ്ച കല്യാണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവർക്ക് കുറേ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്ക് കുറേ റിയലൈസേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞാനിങ്ങനെ അവൾ ഇന്ന് വരും, അല്ലെങ്കിൽ അവൻ ഇന്ന് വരും, അല്ലെങ്കിൽ ദൈവമായിട്ടെല്ലാം ഒന്നിപ്പിക്കും, ഞാനിവിടെ വെറുതെ ഇരുന്നാൽ മതി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ, ഞാനിപ്പോൾ എല്ലാം ടയേർഡായി എന്നുള്ള ഒരു ചിന്താഗതി മാറി. ആ ഒരു ചിന്താഗതി മാറി. ഓക്കെ, ഇനി അവർക്കറിയാം, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനായിട്ട് ഇറങ്ങാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഞാനായിട്ട് ഇറങ്ങാതെ നടക്കത്തില്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങളെ ഇനിയിപ്പം അവർക്ക് ഓരോ ദിവസം കഴിയുന്നവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ഭയം കയറി കൂടുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടമായി പോകുമോ, നിങ്ങൾ വേറെ റിലേഷനിൽ പോകുമോ എന്നുള്ളൊരു പേടിയേക്കാളും, നിങ്ങൾ ഇനിയിപ്പോൾ ഗ്യാപ്പ് വരും തോറും ഇനി ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഈ നിൽക്കുന്ന നിപ്പിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, അതോ പൂർണ്ണമായിട്ട് നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത് മനസ്സിലായ ഉടനെ തന്നെ ഉടനെ വരും, ടെക്സ്റ്റ് ചെയ്യും, മെസ്സേജ് അയക്കും, വിളിക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് എത്തി നിൽക്കുന്നത്. ഓൾറെഡി അവർ ഇതുപോലെ എന്താ പറയുന്നത്, നിങ്ങൾ അനുഭവിച്ചു, അത്ര ഡെസ്പറേഷൻ അനുഭവിച്ചു, ഒരുപാട് സ്റ്റേജിലൂടെ കടന്നുപോയി, വിഷമിച്ചു, റിഗ്രറ്റ് അടിച്ചു. പക്ഷെ ഇപ്പോഴും ആലോചിക്കുന്നത്, വെറുതെ ഒന്ന് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല, വെറുതെ ഞാനിവിടെ ഒന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കത്തില്ല, ഞാൻ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു ചിന്ത അവർക്ക് വന്നു തുടങ്ങി എന്ന് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു സൈന് തന്നെയാണ്. ഓക്കെ, മേ ബി കുറേ പേര് ഒട്ടും മെച്യൂർഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർ ലൈഫിൽ സ്വന്തമായിട്ട്, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ അവർ സ്വന്തമായിട്ടൊരു മെച്യൂർഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതും കൂടെ നഷ്ടമാകാൻ പറ്റത്തില്ല, ഞാൻ ഇനിയെങ്കിലും എൻ്റെ ലൈഫിൽ സീരിയസ് ആകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുനിഞ്ഞിറങ്ങും. അതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമല്ലേ.
സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് ഇനി മുന്നോട്ട് നിങ്ങളോട് വരണം, നിങ്ങളുമായിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം, പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം, മുന്നോട്ട് മാരേജ് അങ്ങനെയുള്ള കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് ആൾക്കാർ കാര്യം കാണുന്നത്. ഇനി പറഞ്ഞു നിർത്താനുള്ള റിലേഷനാണ് നിങ്ങൾക്കിപ്പം, അവർക്കിപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം കൂടി അറിയണം എന്നുണ്ട്. പറഞ്ഞു നിർത്തണം, ടോട്ടലി നിർത്താനുള്ളതാണ്, ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കേസാണെങ്കിലും അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളോട് തുറന്ന് സംസാരിക്കണം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, എന്നെങ്കിലും ഞാൻ എൻ്റെ സൈഡിൽ നിന്നും ചെയ്താൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങളെത്തുള്ള സ്നേഹം പഴയതിനേക്കാളും ഒരുപാട് വേണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അതിനേക്കാളും അവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ട്. പഴയതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയിരുന്നപ്പോൾ ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രമായിരുന്നുള്ളൂ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അത് നിങ്ങളുടെ സൈഡിൽ നിന്നും. പക്ഷെ ഇനിയിപ്പോൾ അത് തിരിച്ചു വന്നാലും അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്താണോ കൊടുത്തത് അതിനേക്കാളും ഇരട്ടിയായിട്ട് നിങ്ങൾക്കെല്ലാം തരണം എന്നുള്ള ഒരു ചിന്താഗതി അവരിപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, പറഞ്ഞു തീർക്കാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം, എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു ഫാമിലി, കുടുംബം, സെറ്റിൽമെൻറ്റ് എല്ലാം വേണം എന്ന് അവരിപ്പോഴും ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾ വൺസ് തിരിച്ചു വന്നാൽ എന്തൊക്കെ ചെയ്യണം, നിങ്ങളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ലക്ക് ഫാക്ടർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അവരുടെ ഇപ്പോൾ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് എനിക്കെല്ലാം റിയലൈസ് ആയി ഞാനിപ്പോൾ ടെക്സ്റ്റ് ചെയ്യുക, അവളിപ്പോൾ റിപ്ലൈക്ക് അല്ലെങ്കിൽ അവനിപ്പോൾ റിപ്ലൈക്ക്, അങ്ങനെയൊന്നുമില്ല. അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തെങ്കിലും ചെയ്ത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരുപാട് കാലതാമസം പിടിക്കാതെ തന്നെ വരാനുള്ളവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് പേഴ്സൺസ് നിങ്ങൾ അങ്ങോട്ട് പോകാതെ തന്നെ നിങ്ങളുടെ വാല്യൂ വെറുത്ത് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് അതിശക്തമായിട്ടുള്ള സൈനും കാർഡ്സും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ കുറേ ബ്ലോക്കേജസ് മാറി അവരിപ്പോൾ ഉള്ളിൽ നിന്ന് ചിന്തിച്ച് തുടങ്ങുകയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. കുറച്ച് പേർക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും കേട്ടോ, കുറച്ച് പേര് ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങി ചെറിയ വഴക്കൊക്കെ ഉണ്ടായിട്ടും അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കാണും. ചിലവർക്ക് ആ ഒരു വിഷമമൊക്കെ മാറി നല്ല രീതിയിൽ അവർ വന്ന് മിണ്ടുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും റിലേഷൻഷിപ്പ് വൈസ് മാത്രം പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് വൈസ് ആണെങ്കിലും അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി അവർ നിങ്ങളോട് വന്ന് മിണ്ടുന്നു, നല്ല ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് പിന്നെയും പോകുന്നു, നല്ല ബോണ്ടിങ്ങോട് കൂടി അത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്ഷിപ്പ് വൈസ് ആണെങ്കിൽ പോലും അതും ഞാൻ കാണുന്നൊരു കാര്യമാണ്. കുറേ പേര് ഇങ്ങോട്ട് വന്ന് മിണ്ടുക, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, അത് നല്ല ശക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട് സീരിയസ്ലി. പക്ഷേ ഇന്നലെ ഉള്ളതിനേക്കാളും എനിക്ക് ഇന്നാണ് കൂടുതലും അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന. കുറേ കാർഡ്സ് കാണുമ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതും ഒരുപാട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം വന്നാലും അവർ ഏത് വിധത്തിലായാലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കും എന്ന് ഉള്ള ആഗ്രഹം അവർ നിങ്ങളോട് അതിഭയങ്കരമായി പ്രകടിപ്പിക്കും. അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇത് എൻ്റെ തൽക്കാലമായിട്ടുള്ള കാര്യമല്ല, ഇത് എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അതിതീവ്രമായ ഒരു കാര്യം അവരുടെ മനസ്സിൽ കാണുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്, ഇതാണ് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതായത് അവർ ഫിസിക്കലി ചെയ്യുന്നതല്ല, അവരുടെ മൈൻഡിൽ നിന്ന് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ. കുറേ പേര് ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ കിടന്ന് റീൽസും കണ്ട് ടൈമും കളഞ്ഞ് എനിക്കിനി എൻ്റെ ലൈഫിലേക്കൊന്നും വരത്തില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയായിപ്പോയി, എന്തിനാണ്, അങ്ങ് ചിന്തിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കുറേ പേരൊക്കെ റിയലൈസ് ചെയ്തു, നിങ്ങളുടെ പാർട്ട്ണർ റിയലൈസ് ചെയ്ത് തുടങ്ങി അവിടെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ നമുക്കിനി ഏഞ്ചൽ മെസ്സേജ് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്, ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? കാരണം ഏഞ്ചൽസിന് സൈഡിൽ നിന്ന് മെസ്സേജ് ഉണ്ട്, എല്ലാത്തരം സപ്പോർട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചും കൂടി സെറ്റ് ആകാത്ത കുറേ പേരൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ആകാത്തവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് സെറ്റായി വരാം. നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, എന്താണ് രണ്ട് ഏഞ്ചൽ മെസ്സേജ് കൂടെ? എന്താണ് ഏഞ്ചൽ മെസ്സേജ് നമുക്ക് നോക്കാം. കാർഡ്സൊക്കെ വരാൻ ഭയങ്കര താമസമാണ്, എന്താണെന്നറിയില്ല. എല്ലാ ദിവസവും ഏഞ്ചൽ മെസ്സേജ് എടുക്കുമ്പോൾ എന്താണ് കാർഡ്സ് ഇങ്ങനെ
ലേറ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും മെസ്സേജ് ഓക്കെ. എല്ലാ നല്ല കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. അതിരുന്നു ട്രസ്റ്റ്. ഓക്കെ, നിങ്ങളപ്പോൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. ഈ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ആ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ടോക്കിനോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ റഷ് ചെയ്ത് നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരുന്നല്ലോ എന്നും പറഞ്ഞ് നിങ്ങളുടെ എനർജി അവിടെ വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം മനുഷ്യന്മാരാണ്, പൊട്ടിത്തെറിച്ച് പോവും, പ്രശ്നങ്ങളുണ്ടാവും, ഓക്കെ. പക്ഷെ നിങ്ങളത് അവിടെ നിങ്ങളുടെ എനർജി കളയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങളൊരു സ്റ്റേജിലൂടെ കടന്നുപോയി, അതിനപ്പുറമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നുപോയി ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇനി അവർക്ക് അവരുടെ ലൈഫിലൊന്നും കിട്ടാനില്ല, ഓക്കെ. സോ എന്നും പറഞ്ഞ് എടുത്തു ചാടി മാപ്പ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സമാധാനത്തോടെ പറയുന്നത് കേൾക്കുക, എന്നിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. വെറുതെ എനർജി കളഞ്ഞിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ, ഇന്ത്യൻ മെസ്സേജിൽ. ഓക്കെ. സോ ഒന്നുകൊണ്ട് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്കുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. സംസാരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. കാരണം ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പം എത്രയൊക്കെ ടാരറ്റ് റീഡിംഗ് ആണ്, ഇത്രയൊക്കെ നിങ്ങളെ പേഴ്സണിനെ പറ്റി ചിലവർക്ക് പേഴ്സണിൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് റീഡിങ് കാണുന്നവരായിരിക്കാം, ഓക്കെ. സോ അത് ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങൾ പേഴ്സണലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു റീഡിങ് കണ്ടിട്ടോ അത് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടോ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഓക്കെ. സോ ഇവിടെ കാണുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ആലോചിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി ചിന്തിച്ച്, കിട്ടുന്ന ഇൻറ്റ്യൂഷനൊന്നും കളയരുത് കേട്ടോ. ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു.